എന്റെ പ്രിയപ്പെട്ട നോക്കുക, നിങ്ങൾക്കൊരു വലിയ തെറ്റ് പറ്റിയെന്ന് ഞാൻ മാത്രം പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് കേരളത്തിലെ എല്ലാ ജനതയെയും കുറിച്ചൊരു അഭിപ്രായം ഉണ്ടല്ലോ, അത് മഹാ അബദ്ധമാണ്. നിങ്ങൾ എന്താ പറഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു പരിപാടിക്കിടയിൽ വെച്ചിട്ട് നിങ്ങൾ വളരെയധികം ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ ആളുകൾ മുഴുവൻ കേൾക്കുന്ന വിധത്തിൽ ഒരു വർത്തമാനം പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നതായിരിക്കും മമ്മൂക്ക പറഞ്ഞ ആ വർത്തമാനം എന്താണെന്ന്. അത് കേട്ടിട്ടില്ല, ഇത് കേട്ടോക്കൂ. എനിക്ക് വേണ്ടി പള്ളിയിൽ ഒരു മെഴുകുതിരി കത്തിക്കാത്ത, ഒരു വഴിപാട് കഴിക്കാത്ത, ഒരു സമയം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മലയാളികളില്ല എങ്ങും. അതെനിക്ക് പരിപൂർണ്ണ ബോധ്യം. എന്നെപ്പറ്റി ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഞാൻ തലക്കനമുള്ളവനാണ്, ഞാൻ അഹങ്കാരിയാണ്, ഗർവുള്ളവനാണ്, ക്ഷിപ്രകോപിയാണെന്നൊക്കെ ഈ പറഞ്ഞവരൊക്കെ കൂടിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിലാണ് എനിക്കൊരു വലിയ പ്രതിഷേധമുള്ളത്. തീർച്ചയായിട്ടും അത് താങ്കളൊരു വിശ്വാസമാണ്, താങ്കൾക്ക് മലയാളികളോടുള്ള സ്നേഹമാണ് താങ്കൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട നോക്കുക, അതുമല്ലാത്ത ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. താങ്കളെ വെറും ഒരു മുസ്ലിമായി മാത്രം കാണുന്ന ചില ആളുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം. അറ്റ്ലീസ്റ്റ് മമ്മൂക്കയുടെ ആരാധകരെങ്കിലും അതൊന്ന് തിരിച്ചറിയണമെന്ന് എനിക്ക് തോന്നിപ്പോകും. ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചില കമന്റുകളാണ്. ആ കമന്റ് അടിച്ച ആളുകളുടെ പേരുകളൊന്നും ഞാനിവിടെ പറയുന്നില്ല. അത് പറഞ്ഞിട്ട് അവർക്കൊരു പ്രശ്നമായി മാറണ്ട എന്നുള്ളതാണ്. അവരെങ്ങനെയൊക്കെ മാറിക്കോട്ടെ, അവരെങ്ങനെയൊക്കെ മാറും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നു, മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനെ രണ്ട് രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ ആളുകൾ വെറുത്തു പോകുന്നത്. ഒന്ന്, അദ്ദേഹം ജനിച്ച മതത്തിന്റെ പേരിൽ. രണ്ട്, അദ്ദേഹം മോഹൻലാലിന്റെ എതിരാളിയാണ് എന്ന നിലയ്ക്ക്. എന്തായാലും ഈ രണ്ട് പ്രശ്നത്തിന്റെ പേരിലും ആളുകൾ അദ്ദേഹത്തിനെ എതിർക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഈ കമന്റുകളുണ്ടല്ലോ, അതിന് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമുണ്ടാക്കി. ഇനി ഒരാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇപ്പോഴും ഈ ഒരാള് ജീവനോടെ ഉണ്ടോ എന്നുള്ളതാണ്. നമ്പ്യാർ എന്ന പേരിലാണ് അത് കാണാനുള്ളത്. അതൊരു നമ്പ്യാരാണെന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. എന്നാൽ അടുത്തത് കാണുന്നത് ഒരു അഖിലേഷ് എന്നൊക്കെ പറഞ്ഞ ഒരാൾ എഴുതിയിരിക്കുന്നത് 1 ഇയർ കൂടിപ്പോയി, തട്ടിപ്പോവും, ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരുത്തവൻ എന്താന്ന് വെച്ചാൽ, ഇക്ക ചാവും, ക്യാൻസർ അല്ലേ, നീ വെയിറ്റ് ചെയ്യ്, അടുത്ത എന്തുവാണ്, ഇന്ന ആള് ചത്തോ, എന്തോ ഒരു വിവരവും ഇല്ല, ഡിസ്ചാർജ് ആയോ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കമന്റ്, RIP മെഗാസ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു കമന്റ്. എൻ്റെ സുഹൃത്തുക്കളെ, ഇനി ഇതൊക്കെ എപ്പോൾ വന്നു എന്നുള്ളതായിരിക്കും ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നതായിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു 6 മാസത്തോളം ഈ ചെങ്ങാതി, നമ്മുടെ ഈ മെഗാസ്റ്റാർ മമ്മൂക്ക, ഒരു അസുഖമായി, ക്യാൻസറുമായി ബന്ധപ്പെട്ട്, വൻകുടലിൽ ഒരു ക്യാൻസറുമായി ബന്ധപ്പെട്ട്, അത് ക്യൂറബിൾ ആണ്, ആ ഒരു ക്യാൻസറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു, തമിഴ്നാട്ടിലായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖമാണ് സ്ഥിരീകരിച്ച സമയത്ത് അതിന് താഴെ വന്ന കമന്റുകളാണ്. എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടുകാർ എന്തോരം ഭീകരന്മാരാണെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. എന്തായാലും ഇപ്പോഴതാ മമ്മൂക്ക അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള കളങ്കാവിൽ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം തൻ്റെ ഒപ്പമുള്ളവരെ ചേർത്ത് പിടിക്കുന്നു, വിനായകനെ ചേർത്ത് പിടിക്കുന്നു, വിനായകന്റെ തെറ്റുകുറ്റങ്ങളെ പറ്റിയിട്ട് നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്നു. ഇദ്ദേഹത്തെ അംഗീകരിക്കപ്പെടേണ്ട ഒരു വലിയ നടനാണെന്ന് ആളുകളോട് പറയുന്നു. സംസാരിക്കാൻ അറിയില്ലെങ്കിൽ, പെരുമാറാൻ അറിയില്ലെങ്കിലും തിയേറ്ററിലേക്ക് വരുന്ന സിനിമകൾക്കുള്ളിലെ ആ അഭിനയം ഉണ്ടല്ലോ, അത് അതിഗംഭീരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് വിനായകൻ എന്ന് മമ്മൂട്ടി ഏറ്റവും വ്യക്തിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ഒപ്പമുള്ളതെല്ലാം ചേർത്ത് പിടിക്കുന്നു, ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നു. തൻ്റെ താഴേക്കടയിൽ നിന്നൊക്കെ പറയാവുന്ന നടന്മാരെ പോലും ഇവൻ DSRൽ അഭിനയിച്ച് കണ്ടില്ലേ, ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടറാണ് ഇയാള് എന്നിങ്ങനെയൊക്കെ തൻ്റെ ഒപ്പമുള്ളവരെ, കാസ്റ്റിംഗ് ഡയറക്ടർമാരെ, നടന്മാരെ, നടിമാരെ ഒക്കെ വളരെ അഭിമാനത്തോട് കൂടിയിട്ടാണ് ഇദ്ദേഹം പരിചയപ്പെടുന്നത്. ദാറ്റ് മീൻസ് തനിക്ക് പിന്നാലെ വരുന്ന ആളുകളെ തടഞ്ഞിടാനല്ല, തനിക്ക് പിന്നാലെ വരുന്ന ആളുകളെ തനിക്ക് ശേഷം പ്രളയമെന്നല്ല, തനിക്ക് ശേഷവും ഇവിടെ അതിഗംഭീരമായിട്ടുള്ള നടന്മാരുണ്ടാകണം, അതിനിതാ ഞാൻ ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് തന്നു പോകുന്നു എന്ന രീതിയിലൊക്കെയാണ് ഇദ്ദേഹം ഓരോരുത്തരെയും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴൊരു ഗംഭീര പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. എന്തായാലും ഗിരേട്ടൻ
ചത്തിട്ടില്ല എന്ന രീതിയിൽ നമ്മുടെ പണി എന്ന് പറയുന്ന സിനിമയിലത്തെ ഒരു രംഗവും വെച്ചിട്ട് അതിഗംഭീരമായിട്ടുള്ള ചില വർക്കുകൾ ആളുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിലത്തെ പല ആളുകൾക്കും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു നടനല്ല എന്നതാണ്. ചില ആളുകൾ കേട്ടോ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു നടനല്ല. അതാണ് ഇതിലത്തെ ചില കമന്റുകളൊക്കെ തെളിയിക്കുന്നത്. ചില ആളുകളൊക്കെ ഇത്തരം മമ്മൂട്ടി അടക്കമുള്ള ആളുകളൊക്കെ മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ, എന്തൊരു അത്ഭുതമാണെന്ന് ആലോചിച്ച് നോക്കി. നോക്കൂ, ഞാൻ ഒരു ആളുടെയും വലിയ ആരാധകനൊന്നുമില്ല, പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യരെ എനിക്ക് പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫഹദ് ഫാസിലിന്റെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോഹൻലാലിന്റെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തുടരൊക്കെ സിനിമയിൽ അദ്ദേഹം മാസായിരുന്നു. ഇനിയിപ്പോ ദൃശ്യം 3 അതിന്റെ പാക്കപ്പ് കഴിഞ്ഞിരിക്കുന്നു. ആ സിനിമ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തും. അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടമാണ്. ആ സിനിമ കാണാൻ പോകും. വിനായകൻ ചേട്ടന് എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ എന്ത് കുരുത്തക്കേടായിക്കളും ഞാൻ അതൊന്നും പരിഗണിക്കുന്നില്ല. നട എന്ന നിലയ്ക്ക് അദ്ദേഹം എന്താണോ സ്ക്രീനിലുള്ളത് അത് മാത്രമേ ഞാൻ പരിഗണിക്കത്തുള്ളൂ. എനിക്ക് അങ്ങനെ ആ മനുഷ്യന് ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ഇഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് എനിക്ക് ഈ നടന്മാരൊക്കെ ഇഷ്ടമാണെന്ന് വെച്ച് എനിക്ക് ഇഷ്ടമില്ലാത്ത നടന്മാരെല്ലാം അവർക്ക് വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ മരിച്ചു പോകണം എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മലയാളിയല്ല ഞാൻ. പക്ഷേ അങ്ങനത്തെ മലയാളികളും നമ്മുടെ കേരളക്കരയിൽ ഉണ്ട് എന്നതാണ്. മരിച്ചു പോകാത്തൊരു മനുഷ്യന് RIP മമ്മൂക്ക എന്ന് എഴുതാൻ തയ്യാറാവുന്ന മനസ്സുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നതാണ്. എന്തൊരു ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ടാണ് ആളുകൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നമുക്കൊരാളോട് എന്തിനാണ് ഇത്ര വലിയ ശത്രുത? ഈ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ കമന്റ് ഇട്ടവന്മാരുടെ കുടുംബത്തേക്ക് പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മഹാനടൻ ഇങ്ങനെ കമന്റ് ഇട്ടവന്മാർക്ക് ഒരു ദിവസത്തെ അരി മേടിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങളെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങളെ മാനസിക നില തെറ്റിപ്പിക്കുന്ന വിധത്തിൽ ഇദ്ദേഹം എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചെയ്തിട്ടുണ്ടോ? പേഴ്സണലി നമ്മുടെ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ നമ്മുടെ നാടിനോ ഒരു അപകടവും വരുത്തിയിട്ടില്ലാത്ത മമ്മൂട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന അത്തരം നടന്മാർക്കെതിരെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഏറ്റവും ബാഡ് കമന്റുകളൊക്കെ എഴുതി വെക്കുന്നത്? എനിക്ക് എത്ര ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ തീരെ ആലോചിച്ച് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങിയത്. എൻ്റെ മമ്മൂക്ക നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ കമന്റ് അടിക്കുന്നവർ പോലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടാണ്. ഇങ്ങനെ കമന്റ് അടിക്കുന്നവർ പോലും ഇദ്ദേഹം തെരഞ്ഞു പിടിച്ചിട്ട് തിരുത്താൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ പറയുന്നവർ അങ്ങനെ പറഞ്ഞു പോയിക്കോട്ടെ എന്ന് മാത്രമേ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചിന്തിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത്തരം കമന്റുകളൊന്നും അദ്ദേഹം കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടാവില്ല എന്നുകൂടി നമുക്ക് വിചാരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും സന്തോഷിച്ചു. ശരിയാണ്, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മോഹൻലാൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹിന്ദു മത വിശ്വാസിയായിട്ടുള്ള മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന തൻ്റെ ഏട്ടനെ പോലെ കരുതുന്ന ആ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ശബരിമല പോയിട്ടുണ്ട്. ശബരിമല പോയിട്ട് അവിടെ ഒരു നേർച്ച നടന്നിട്ടുണ്ട്. എന്തിനേറെ ഒരു RSS നേതാവ് നമ്മുടെ കാസർഗോഡ് എങ്ങാണ്ടുള്ള ഒരു അമ്പലത്തിൽ ഒരു സ്വർണ്ണക്കുടമാണ് നേർച്ച കൊടുത്തത്. സ്വർണ്ണക്കുടം പുതിയ ഉണ്ടാക്കി കൊടുക്കുന്നില്ല കേട്ടോ, അതവിടുത്തെ നേർച്ചയാണ്. 2000 രൂപ എങ്ങാണ്ടാണ് അതിൻ്റെ ഒരു ചെലവ്. അതവിടെ കൊടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന്റെ പേരിൽ അവിടെ ഒരു നേർച്ച കഴിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിക്കണം, അയാൾക്ക് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ലെന്നേ. എന്നിട്ടും അയാളോടുള്ള ഈ മഹാനടനോടുള്ള അപാരമായിട്ടുള്ള, അയാളെന്ന് വിളിക്കാൻ പാടില്ല, സോറി, അദ്ദേഹത്തോടുള്ള അപാരമായിട്ടുള്ള ആരാധന കൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ലോകത്തില് ഇടയ്ക്ക് ചില പുഴുക്കളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? അത്തരത്തിൽ ചില വേസ്റ്റുകളാണെന്ന് മാത്രം വിചാരിക്കുക ഇത്തരം ആളുകളെ. അല്ലാതെ നമ്മളിപ്പോൾ എന്ത് പറയാനാണ്? എന്തൊക്കെയായാലും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് പോകും തോറും ഓരോ ദിവസവും ഓരോ വർഷവും എത്രത്തോളം ഇത്തരം പുഴുക്കൾ വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിലാണ് എൻ്റെ ഒരു വലിയ സംശയം. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ബൈ.